മൺകൂനയിൽ 60 അടിയോളം താഴ്ചയിൽ എന്ന് പറയുമ്പോൾ 20 മീറ്റർ വരെ എത്തുക. ആ പരിശോധന അതെത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ സാങ്കേതിക സംവിധാനങ്ങൾ സമാന്തരമായി കൂടി പരിശോധനകൾ നടത്തുന്നത്? രാഹുൽ, ഉണ്ടായത് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു എന്ന് തന്നെയാണ്. 1 മണിക്കൂറോളം ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടന്നു. പക്ഷേ അനുകൂലമായ റിസൾട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ്. ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുന്നത് പുഴയുടെ തീരത്തായാണ്. അതായത് മണ്ണിങ്ങനെ മല ഇടിഞ്ഞ് വന്ന് ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് പതിച്ച ആ സൈഡിലായാണ് തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ നാവികസേനയും NDRF ഒക്കെ ചേർന്ന് റഡാർ പരിശോധന നടത്തിയതും ആ മേഖല കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ഏതായാലും ഒരു 15 മിനിറ്റായി തിരച്ചിൽ രക്ഷാദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ് എന്നതാണ്. അത് ഭക്ഷണം കഴിക്കുന്നതിനായി സേനാംഗങ്ങളെല്ലാം മാറി എന്നതുകൊണ്ടാണ് ഇത് നിർത്തിവച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പുഴയിലേതായാലും NDRF വീണ്ടും തിരച്ചിലിനായി ഇറങ്ങിയിട്ടുണ്ട് എന്നതുകൂടിയാണ്. ഏതായാലും ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതുപയോഗിച്ച് 60 അടി താഴ്ചയിലേക്ക് വരെയുള്ള മണ്ണ് നീക്കി പരിശോധിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ പുഴയിലേക്ക് ഇതിൻ്റെ കൈകൾ അത്ര നീട്ടാൻ കഴിയുന്നില്ല എന്നതുകൂടി ഒരു വെല്ലുവിളി ആയി നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം ഇത് ദേശീയപാതയോരത്ത് തന്നെ നിർത്തിയിട്ടാണ് താഴ്ഭാഗത്തേക്കുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൈ ആ സൈഡിലുള്ള മണ്ണ് നീക്കി മാറ്റി പരിശോധിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. പക്ഷേ പുഴയിലേക്ക് വെള്ളത്തിലേക്ക് അങ്ങനെ കാര്യമായി നീട്ടാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ്. ഒപ്പം നാളെ റിട്ടയേർഡ് മേജർ ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി റഡാർ സംവിധാനത്തോടുകൂടി എത്തിച്ചേരും എന്ന വിവരമാണ്. ഇന്ന് ഇവിടേക്ക് വരാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ അവർക്ക് ബാറ്ററി, ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ബാറ്ററി കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടു എന്നതാണ്. വിമാനത്തിൽ കൊണ്ടുവരാനായിരുന്നു പ്ലാനെങ്കിലും അതിനുള്ള അനുമതി ലഭിച്ചില്ല. തുടർന്ന് ട്രെയിനിൽ എത്തിക്കുകയാണ്. നാളെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്താൻ കഴിയും എന്നതാണ്. ഏതായാലും അതിനു മുൻപ് തന്നെ അർജുനെ ഈ ട്രക്ക് കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള തിരച്ചിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേഗം കൂട്ടിയത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാണ്. ഒപ്പം മഴ മാറി നിൽക്കുന്നു എന്നത് ഒരു അനുകൂല ഘടകം കൂടിയുണ്ട്. എല്ലാ ദിവസവും അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ ഉച്ചവരെയുള്ള സമയം മഴ ഇടവേളകളിൽ മാത്രമേ പെയ്യുന്നുള്ളൂ എന്നതും അനുകൂലമായ ഒരു ഘടകമായി നിൽക്കുകയാണ്. എങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു റിപ്പോർട്ട്, ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നതുകൂടിയാണ്. ഒപ്പം ഈ അപകടത്തെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി റിപ്പോർട്ട് തേടിയെന്ന നിർണായകമായ പുതിയൊരു വിവരം കൂടിയുണ്ട്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ദേശീയപാത അതോറിറ്റിയോട് ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് MP MK രാഘവൻ ആ മന്ത്രിയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ വിധത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായത്. മന്ത്രിയെ MP അറിയിച്ചത് അശാസ്ത്രീയമായി മണ്ണ് ചെത്തി മാറ്റിയതാണ്, മല ചെത്തിയതാണ് ഇങ്ങനെ ഈ വിധത്തിൽ അപകടം വിളിച്ചു വരുത്താൻ കാരണമെന്നാണ്. അതിലേതായാലും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റിയോട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആയാലും രാവിലെ മുതൽ തന്നെ റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയ സ്ഥലത്തേക്ക് വീണ്ടും NDRFൻ്റെയും നാവികസേനയുടെയും സംഘാംഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ്. പുഴയോട് ചേർന്ന് ആ ഭാഗത്ത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് 2 ഇടത്തെ മണ്ണ് ഇളക്കി മാറ്റുക